പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും ഭക്തിയോടെ പ്രാർത്ഥന. വെള്ളത്തിൻ്റെ ഒരു ഒഴുക്കാണ്. വെള്ളത്തിൻ്റെ ഒഴുക്കിനുള്ള പ്രകൃതി നിയമം ഒഴുക്കിനെ തടയാതിരിക്കുക എന്നുള്ളതാണ്. വെള്ളത്തിൻ്റെ ഒഴുക്കിനുള്ള ഒരു പ്രകൃതി നിയമം എന്താ? അവിടെ മാനുഷികമായ ഇടപെടലിൽ ഒഴുക്കിനെ തടയാതിരിക്കുക. ഇപ്പം മദ്രാസിലൊക്കെ വെള്ളപ്പൊക്കം വന്നപ്പോൾ അതിൻ്റെ പഴയ മദ്രാസ് പട്ടണത്തിൻ്റെ പഴയ ബ്ലൂ പ്രിൻറ്റിൽ ഒത്തിരിയേറെ അരുവികളും പുഴകളും ഒഴുകിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. പിന്നീട് വർഷകാലത്ത് വേനൽക്കാലം വന്നപ്പോൾ ആൾക്കാർ വെള്ളമൊഴുക്കിനെക്കുറിച്ച് മറന്നു, അവിടെ എല്ലാം വീട് വെച്ചു. പിന്നീട് വർഷം വന്നപ്പോൾ, മഴ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് വെള്ളം ഒഴുകണ സ്ഥലത്ത് കൂടി വെള്ളം ഒഴുകിപ്പോയപ്പോൾ തടസ്സമുള്ളത് കൊണ്ട് വെള്ളപ്പൊക്കം ഉണ്ടായി. അതാണ്ട് ഇതുപോലെ തന്നെ ഉടമ്പടിക്കൊരു സ്വാഭാവികമായ ഒഴുക്കുണ്ട്. ആ സ്വാഭാവികമായ ഉടമ്പടി ഒഴുക്കിന് അങ്ങനെ വിട്ടുകൊടുത്താൽ മതി. അപ്പം എന്താ സംഭവിക്കുന്നത്? ബാക്കി ഇതിൻ്റെ നമുക്ക് കൃപാസനത്തിൽ മരിയൻ ഉടമ്പടിക്ക് റിസ്ക് ഇല്ലാത്ത എന്താണെന്നറിയാവോ? റിസ്ക് ഇല്ലാത്തതിന് കാരണം ഇപ്പോൾ പല വിഷയങ്ങൾ, ഇപ്പോൾ ഞാനൊരു സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സാക്ഷ്യത്തിൽ ഒരു പ്രൊഫസറാണ്, പ്രൊഫസർ ടോയ് തോമസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫിനാണ് അസുഖം ക്യാൻസറാണ്. അതിവിടെ വന്ന് ഉടമ്പടി ചെയ്തു. ആദ്യത്തെ പ്രാവശ്യം അച്ഛനെ കണ്ടു. പിന്നെ കാര്യമായ ഒരു ഭേദം ഈ രോഗത്തിനുണ്ടാകുന്നുണ്ട്. അപ്പോൾ വീണ്ടും അവർ ഇവിടെ അച്ഛനെ കാണാൻ വന്നു. അപ്പോൾ ഓഫീസിൽ നിന്ന് പറഞ്ഞു 90 പ്രാവശ്യം കണ്ടതിന് ശേഷം പിന്നീട് 90 ദിവസം കഴിഞ്ഞിട്ടില്ല, അപ്പോൾ അവിടെ കാണാൻ പ്രയാസമാണെന്ന് പറഞ്ഞു. അവർ പറഞ്ഞ് മടക്കി വിട്ടു. അത് കറക്റ്റായ കാര്യമാണ്. ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നീട് കാണണമെങ്കിൽ കാര്യം ഉടമ്പടി എന്ന് പറയണത് അച്ഛനെ കാണുന്നതല്ല പ്രശ്നം, അവൻ പറയണത് പോലെ ചെയ്ത് ജീവിക്കുന്ന വിഷയമാണ്. അവിടെ അച്ഛനെ കാണുന്നൊരു വിഷയം അവിടെ ഇന്നത്തെ ഇല്ല. പിന്നെ എമർജൻസി ചില കാര്യങ്ങൾ നമ്മൾ കാണുന്നതേ ഉള്ളൂ. ഉടമ്പടി ഒഴുക്കെന്ന് പറയണത് അവൻ പറയണത് പോലെ ദൈവസ്നേഹത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവസ്നേഹത്തോടെ ചെയ്യണമെന്നേ ഉള്ളൂ, ചെയ്ത് ജീവിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ എൻ്റെ സ്വാഭാവികമായ ഒഴുക്ക് അതാണ്. സ്വാഭാവികം നമുക്ക് റിസ്ക് ഇല്ലെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, അപ്പോൾ എല്ലാ കാര്യത്തിനും ഒരു റിസ്ക് ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ ഒരു വ്യവസായം തുടങ്ങിയാൽ പോലും ഏറ്റവും കൂടുതൽ റിസ്ക് എന്താണ്? അതിൻ്റെ മാർക്കറ്റിംഗാണ് റിസ്ക്. ഏറ്റവും കൂടുതൽ പ്രയാസമുള്ളത് അതിൻ്റെ മാർക്കറ്റിംഗാണ്. മാർക്കറ്റിംഗ് നടന്നാൽ തന്നെ ബില്ല് പാസ്സായി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നവരെ റിസ്ക് ഇങ്ങനെ കണ്ടു. ഉടമ്പടിക്ക് റിസ്ക് ഇല്ലെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ദൈവ സംവിധാനമാണ്. അതാണ് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഉടമ്പടിയെക്കുറിച്ചുള്ള ഫസ്റ്റ് ഹാൻഡ് നോളജ്, പ്രൈമറി നോളജ് എന്താണ്. അതൊരു ബിബ്ലിക്കൽ കോൺസെപ്റ്റാണ് കവനൻ്റ്, ദാറ്റ്സ് ഓക്കെ, ക്ലിയർ. പക്ഷേ കൃപാസനത്തിൽ ഉടമ്പടി വന്നിരിക്കുന്നതിൻ്റെ കാരണം മാതാവിൻ്റെ പ്രത്യക്ഷ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് 2004 ഡിസംബർ 7 ദുരന്തമുണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ തിരുമനസ്സുണ്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ എന്ത് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, അതിൻ്റെ ഉത്തരമാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അതാണ് പ്രാർത്ഥന. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക. ഉടമ്പടി എടുത്ത് പറയുമ്പോൾ ദൈവവും നമ്മളും തമ്മിൽ ഒരു ബയലാറ്ററൽ എഗ്രിമെൻറ്റിൽ വിശുദ്ധീകരിച്ചും ശക്തീകരിച്ചും കൊണ്ട് ഇരിക്കുന്ന ഒരു ദൈവ പൈതലിനെ പ്രാർത്ഥിക്കാനുള്ള സ്വാഭാവികമായ ഒരു റൈറ്റുണ്ട്. അതിൻ്റെ ഒരു എഫിക്കഷ്യസ് ആയിട്ടുള്ള പ്രെയറാണത്, ഫലപ്രദമായ രീതിയിലുള്ള പ്രാർത്ഥന. നമുക്ക് എന്ത് വേണമെങ്കിലും പ്രാർത്ഥിക്കാം, ആർക്ക് വേണമെങ്കിലും പ്രാർത്ഥിക്കാം, പക്ഷെ കേൾക്കണമെന്നൊരു നിർബന്ധമില്ല. പക്ഷെ ഉടമ്പടിയിൽ കേട്ടേ മതിയാകത്തുള്ളൂ. എന്താ കാര്യം? അത് ഉടമ്പടി പ്രകാരമാണ് നമ്മൾ അതിൻ്റെ അകത്ത് ദൈവമായിട്ട് ഇൻട്രാക്ട് ചെയ്യണത്. കാര്യം ഉടമ്പടി എന്തിനെ ബേസ് ചെയ്ത് നിൽക്കണതാണ്? ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ ബേസ് ചെയ്താണ് നിൽക്കുന്നത്. അല്ലാതെ വിശ്വാസത്തെ അല്ല. നമ്മൾ വിശ്വാസികളായതുകൊണ്ട് പ്രാർത്ഥിക്കണമല്ല. ഉടമ്പടി വിശ്വാസത്തെ അല്ല അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. മറിച്ച് എന്താണ്?
ഉടമ്പടി വിശ്വാസം അതിലുണ്ട്, തീർച്ചയായിട്ടും. കറണ്ടില്ലാതെ ഫാൻ കറങ്ങത്തില്ലല്ലോ, വിശ്വാസം അതിലുണ്ട്. പക്ഷേ ഇതിൻ്റെ മെക്കാനിസം എന്ന് പറയണത് എന്താണ്? അത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ആരുടെ സബ്ജക്റ്റാണ്? നമ്മുടെ സബ്ജക്റ്റ് അല്ല. ജോസഫ് അച്ഛൻ വല്ല മെമ്മോറാണ്ടം കൊടുത്തിട്ടാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്? ഇല്ല. അതാണ് വിഷയം. അതെപ്പോഴും നിങ്ങൾ അതിനെക്കുറിച്ച് എൻ്റെ ലളിതമായ വശങ്ങളെ ലളിതമായിട്ട് മനസ്സിലാക്കണം. ഇത് മുഴുവൻ റിസ്ക് കവർ ചെയ്യണ ദൈവത്തിൻ്റെതാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഉടമ്പടി ഒരു സ്വാഭാവികമായ ഒഴുക്കാണ്. അതിൻ്റെ ഒഴുക്കിനകത്ത് നിങ്ങൾ ഒഴുകിയാൽ മതി, ബാക്കി ചെയ്യേണ്ടതെല്ലാം കർത്താവ്. റിസ്ക് നമുക്കില്ല അതിൻ്റെ അത്. എന്താ കാര്യം? ദൈവത്തിൻ്റെ ഒരു ആവശ്യമാണ് എന്ത്? മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കുക എന്നുള്ളത്. എന്തിനാണ്? സഭ മാതാവിനെ അംഗീകരിക്കുകയും അതുപോലെ തന്നെ മാതാവിൻ്റെ മാതൃക അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് ഏറ്റവും കൂടുതലുള്ളത് കത്തോലിക്ക സഭയിലാണ്. അത് നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഇത്രയും പ്രത്യക്ഷീകരണങ്ങളെല്ലാം ലൂർദ്, ഫാത്തിമ, മജ്ജിഗോറ, ഈ പ്രത്യക്ഷീകരണം എല്ലാം വരണത് കാത്തലിക് മേഖലയിലാണ് വരണത്. കാര്യം അമ്മ ഒരു വിഷയം സഭയോട് പറഞ്ഞാൽ അമ്മയെ വിശ്വസിക്കുകയും അമ്മയെ മധ്യസ്ഥയായിട്ട്, പ്രധാന മധ്യസ്ഥയായിട്ട്, മധ്യസ്ഥന്മാർ ഒത്തിരി പേരുണ്ട് നമുക്ക്, വിശുദ്ധന്മാരെല്ലാം മധ്യസ്ഥന്മാരാണ്. ശരിക്കും നമുക്ക് തന്നെ മധ്യസ്ഥം വഹിക്കാം. വിശുദ്ധിയും മെനയുള്ളവരാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയും ദൈവം മധ്യസ്ഥമായിട്ട് കേൾക്കും. പക്ഷേ അമ്മ ഇവിടെ ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള ഏകമധ്യത്തിന് യേശുക്രിസ്തുവാണ്. പക്ഷേ മാനുഷികമായ കാര്യങ്ങൾക്കുള്ള, രക്ഷാകരമായ കാര്യമല്ല, മാനുഷികമായ കാര്യങ്ങളില്ലേ, നമുക്ക് വീടില്ല, ജോലിയില്ല, വിവാഹം ഒക്കണില്ല, മക്കളില്ല, രോഗമാണ്, ഇതൊക്കെ മാനുഷിക കാര്യമല്ലേ. ഏകരക്ഷകൻ എന്ന കൺസെപ്റ്റ് ഈ മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് നടത്തിയ ദേശമാണ്. അതിന് ഒരു കോംപ്രമൈസും ഇല്ലത്. കർത്താവില്ല, വേറെ ആരും അവിടെ ഇല്ല. ആ സ്പേസിൽ ഏകരക്ഷകനായിട്ട് ക്രിസ്തു മാത്രമേ ഉള്ളൂ. മറിയത്തിൻ്റെ സ്പേസ് എന്ന് പറഞ്ഞാൽ മാനുഷിക ആവശ്യങ്ങളുടെ മേലെ, പ്രത്യേകിച്ച് വേറെ ഒത്തിരിയേറെ മറിയൻ റാങ്കുകളുണ്ടെങ്കിലും സുവിശേഷം തുറക്കപ്പെടുന്നത് അവർക്ക് വീഞ്ഞില്ല എന്ന് അസമയത്ത് പോലും ഈശോൻ്റെ മുമ്പിൽ ആധികാരികമായിട്ട് പറഞ്ഞ് അതിന് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ദൈവം നിശ്ചയിച്ചിരിക്കുന്നതാണ്. അമ്മ കൈയടിച്ച് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞങ്ങളിൽ വീഞ്ഞു തീരും മുൻപേ ഓടിയെത്തും അമ്മ, ഞങ്ങളിൽ വീഞ്ഞു തീരും മുൻപേ ഓടിയെത്തും അമ്മ, നമ്മുടെ വീഴ്ചകളിൽ തേടിയെത്തും അമ്മ, നമ്മുടെ വീഴ്ചകളിൽ തേടിയെത്തും അമ്മ. അമ്മേ ആശ്രയമേ, അമ്മേ ശാശ്വതമേ, അമ്മേ ആശ്രയമേ, അമ്മേ ശാശ്വതമേ, മക്കളാം ഞങ്ങൾക്കെന്ന് ആനന്ദമേ, മക്കളാം ഞങ്ങൾക്കെന്ന് ആനന്ദമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ നമ്മൾ രണ്ട് പോയിന്റ്സിലാണ് വ്യക്തത വന്നിരിക്കുന്നത്. ഒന്നെന്താണ്? ഉടമ്പടിക്ക് ഒരു സ്വാഭാവികമായ ഒഴുക്കുണ്ട്, അതിനെ തടയരുത്, ഇല്ലേ? സ്വാഭാവിക ഒഴുക്ക്. രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? ഉടമ്പടി നമുക്ക് റിസ്ക് ഇല്ല, സീറോ റിസ്ക്കാണ്. എന്താ കാര്യം? അത് വൃത്തിയും മേനമായിട്ട് നമ്മൾ അവൻ പറയണ പോലെ ചെയ്ത് ജീവിച്ചാൽ അത് അംഗീകരിക്കേണ്ടതും അതിന് ഉത്തരം നൽകേണ്ടതും ആരാണ്? ദൈവത്തിൻ്റെ ഒരു ആവശ്യമാണ് ഇവിടെ. കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മുടെ ആവശ്യം മാത്രമല്ല. അമ്മയുടെ പ്രത്യക്ഷീകരണ സഭ ഏറ്റെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അമ്മയുടെ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കുന്ന അടയാളങ്ങൾ ഉണ്ടാകണം. അടയാളങ്ങൾ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? അടയാളം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള രീതിയിലുള്ള സത്യസന്ധമായ ആധ്യാത്മിക ജീവിതം ഉണ്ടാകണം. സത്യസന്ധമായ ആധ്യാത്മിക ജീവിതവും പ്രാർത്ഥനാ ജീവിതവും രണ്ടും രണ്ടാണ്. നമ്മൾ ആധ്യാത്മിക ജീവിതത്തിന് പറയണത്, പ്രാർത്ഥനാ ജീവിതത്തിനാണ് നമ്മൾ ആധ്യാത്മിക ജീവിതം എന്ന് പറയണത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? പ്രാർത്ഥനാ ജീവിതം ആധ്യാത്മിക ജീവിതം ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. സത്യസന്ധമായ ആധ്യാത്മിക ജീവിതം ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥനാ ജീവിതവുമായിട്ട് വ്യത്യാസമുണ്ട്. പ്രാർത്ഥനാ ജീവിതം മോശമാണെന്നല്ല പറഞ്ഞത്. സത്യസന്ധമായ ആധ്യാത്മിക ജീവിതം പ്രാർത്ഥനാ ജീവിതമാകണമെന്ന് നിർബന്ധമില്ല. എന്നുവെച്ചാൽ എല്ലാ പ്രാർത്ഥനാ ജീവിതവും ആധ്യാത്മിക ജീവിതമല്ല. അതറിയണമെന്നുണ്ടെങ്കിലേ നിങ്ങൾ
1 തിമോത്തി 4:8 എടുത്തേ. ശാരീരികമായ പരിശീലനം കൊണ്ട് ശാരീരിക ഇത് പറഞ്ഞ് ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്. എന്നാൽ ആത്മീയത എല്ലാവിധത്തിലും വിലയുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു. അപ്പോൾ വാഗ്ദാനങ്ങളിലെ ഈ ജീവിത ആധ്യാത്മികതയിൽ 2 ഘടകങ്ങളുണ്ട്. ഒന്നെന്താണ്, ഈ ജീവിതത്തെ അത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഈ ജീവിതത്തെ മാറ്റി നിർത്തിക്കൊണ്ട് തൂണുമേ സൈബന്മാരുണ്ടാക്കുന്ന പരിപാടിയില്ല. ഇപ്പം ചില ആൾക്കാർ സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുമാറിയിട്ട് ജീവിതത്തിൻ്റെ മുഴുവനും ആഗ്രഹങ്ങൾ ബലി ചെയ്തുകൊണ്ട് സമൂഹത്തിൽ തന്നെ സ്വയം ഡിപ്രൈവ്ഡായിട്ട് വേറെ ഒരു ലോകത്ത് സ്വന്തം ഈശ്വരാനുഭവത്തിലേക്ക് പോകുന്ന അങ്ങനെ ഒരു സംഭവം ബൈബിളിലില്ല. ശാരീരികമായി ഇപ്പോൾ യോഗ പോലെയുള്ള ശാരീരികമായ അഭ്യാസങ്ങളും ആധ്യാത്മികമായിട്ട് ബൈബിൾ കാണുന്നില്ല. അതാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഒന്ന് വായിച്ചേ. ശാരീരികമായ പരിശീലനം. ശാരീരികമായ പരിശീലനം അതൊക്കെ ഒരു ഫിസിക്കൽ എക്സർസൈസാണ്. ഇറ്റ്സ് ഓക്കെ. ഫിസിക്കൽ എക്സർസൈസും ആധ്യാത്മികതയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതാ വിഷയം. ബൈബിൾ ആധ്യാത്മികതയാണ് ഞാൻ സംസാരിക്കുന്നത്. ഫിസിക്കൽ എക്സർസൈസ് അങ്ങനെ പലതരത്തിലുള്ള യോഗാസനങ്ങളുണ്ടാകും, അതുപോലെ. പക്ഷേ അതും ബൈബിളുമായിട്ട് ആധ്യാത്മികതയുമായിട്ട് ബന്ധമില്ല. ഒന്നിനു വായിച്ച ഭാഗം. ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്. അതെ. എന്നാൽ ആത്മീയത എല്ലാവിധത്തിലും വിലയുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു. ഇതിനാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ഉടമ്പടിയുടെ ബേസ്മെൻ്റ് എന്താണ്? വാഗ്ദാനമല്ലേ. ഉടമ്പടിയുടെ ബേസ്മെൻ്റ് എന്താണ്? വാഗ്ദാനമാണ്. ഉടമ്പടി എന്തിലാണ് ആശ്രയിച്ചിരിക്കുന്നത്? ഉടമ്പടിയുടെ ഓരോ വിഷയങ്ങൾക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള 8840-50 വാഗ്ദാനങ്ങളുണ്ട് ബൈബിളിൽ. 8855 വാഗ്ദാനങ്ങൾ ബൈബിളുണ്ടെന്ന് പറയുന്ന ബൈബിൾ പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ ഈ ദൈവം ക്യാഷ് ആൻഡ് കൈൻഡായിട്ടും ഈ ജീവിതത്തെയും നിത്യജീവിതത്തെയും ബാധിക്കുന്ന നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെ ദൈവം പ്രഖ്യാപിച്ചിരിക്കുന്ന വാഗ്ദാനത്തിൻ്റെ രീതിയിലാണ് വാഗ്ദാനം. അപ്പോൾ ഈ വാക്കിൻ്റെ ഉള്ളിലാണ് ദൈവം ദാനം വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഉടമ്പടിയിലൂടെ നമ്മൾ എന്താ ചെയ്യണത്? ഈ വാക്കിൻ്റെ ഉള്ളിലിരിക്കുന്ന ദാനത്തെ പുൾ ഔട്ട് ചെയ്യാൻ പ്രോമിത്തരെ ഞാൻ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എൻ്റെ പുറമിത്തരെ പ്രോമിസ് മീൻസ് അതിൻ്റെ മൂലം എന്താണ്? ലാറ്റിനാണ്. പ്രോമിസ് എന്നുള്ള ലത്തീൻ ഇംഗ്ലീഷ് വാക്കിൻ്റെ മൂലം, അതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ലത്തീൻ വാക്ക് പ്രൊമിത്തരയുടെ റൂട്ട് മീനിങ് ആണ് ടു പുൾ ഔട്ട്, വലിച്ച് പുറത്തെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ബലം ഉണ്ടാകണം. എന്ത് ബലമാണ്? ജിംനാസ്റ്റിക് ബലമല്ല, ആത്മീയ ബലമുണ്ടാകണം. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ വേണ്ടി നമുക്ക് ശാസ്ത്രീയമായിട്ട് എന്താ ഉണ്ടാകേണ്ടത്? ആത്മീയ ബലമാണ് ഉണ്ടാകേണ്ടത്. ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് പൗലോസ് പറയണത് ശാരീരിക കൊണ്ട് കുറച്ച് പ്രയോജനമൊക്കെ ഉണ്ടെന്ന്. ഒരു ഡിസിപ്ലിൻ കിട്ടുമായിരിക്കും, പക്ഷേ ലക്ഷ്യം സാധിക്കും. അത് മാർഗ്ഗമല്ലേ? അതൊക്കെ മാർഗ്ഗമാണ്. ലക്ഷ്യം എന്താണ്? ലക്ഷ്യം സാധിക്കുന്നത് എന്ത് വേണം? ആധ്യാത്മികത എല്ലാത്തിനും പ്രധാനപ്പെട്ടതാണ്. അതെന്താണ്? അത് ഈ ജീവിതത്തിൻ്റെയും വരാൻ പോകുന്ന ജീവിതത്തിൻ്റെയും വാഗ്ദാനങ്ങളെയാണ് അടിസ്ഥാനപ്പെടുത്തുന്നത്. വാഗ്ദാനം എത്രയാണ്? 8850 വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ 55 വാഗ്ദാനങ്ങൾ. അതിലെന്തെല്ലാം ഉണ്ട്? ഈ ജീവിതമുണ്ട്, പിന്നെ വരാനിരിക്കുന്ന ജീവിതമുണ്ട്. ഇപ്പോൾ ഈ വരാനിരിക്കുന്ന ജീവിതത്തെയാണ് ഉടമ്പടി കാർക്കശ്യമായിട്ട് പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അതായത് ഉടമ്പടി എന്ന് പറയുന്നത് നിത്യതയിലേക്കുള്ള എക്സ്പ്രസ് ഹൈവേ ആണെന്ന് പറഞ്ഞു. പ്രൊഫസർ ടോയ് തോമസ് ഇത് റീകോട്ട് ചെയ്യുന്നുണ്ട്. എന്താണ്? അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഉടമ്പടി എന്ന് പറയുന്നത് നിത്യതയിലേക്കുള്ള എക്സ്പ്രസ് ഹൈവേ ആണെന്ന്. എന്താ കാര്യം? ഉടമ്പടിയിൽ അവൻ പറയണത് പോലെ ചെല്ലുകയല്ല, പിന്നെ എന്താണ്? ചെയ്യുകയാണ്. ഇപ്പം നിത്യത എന്ന് പറയുന്ന വിഷയത്തിൽ ചെയ്യുക എന്നുള്ള കോൺസെപ്റ്റും ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുകയാണ്. നിത്യത നമ്മൾ ചെല്ലുന്നതിലല്ല ഇരിക്കണത്, പിന്നെ എന്തിലാണ്? ചെയ്യുന്നതിലാണ് ഇരിക്കുന്നത്. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 25:34. അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് ഈശോ വീണ്ടും വിജയശ്രീ ലാളിതനായി യുഗാന്ത്യത്തിലെ യുഗങ്ങളുടെ രാജാവായി എഴുന്നള്ളുന്നതിനെ കുറിച്ച് പറയുന്ന
കർത്താവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് പറയുന്നതാണ്. എന്താണ്? അനന്തരൻ രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുൾ ചെയ്തു, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. ഈ രാജ്യം അവകാശപ്പെടുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്. അല്ലാതെ വെള്ളം കോരി ഏതെങ്കിലും തൊടിപ്പോയി മുങ്ങിയാൽ പൊങ്ങി വരുമ്പോൾ രക്ഷിക്കപ്പെടത്തില്ല. അതെപ്പോഴും നമ്മൾ അറിയണം, വൃത്തിമേനയായിട്ട് ബൈബിൾ അറിയണം. അല്ലെങ്കിൽ അബദ്ധത്തിൽ പോയി ചാടും. ഏതെങ്കിലും വെള്ളത്തിൽ ഇപ്പോൾ മുങ്ങിയാച്ചും പൊങ്ങി വരുമ്പോൾ രക്ഷിക്കപ്പെടത്തില്ല. രക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവസാന നിമിഷങ്ങളിൽ ആ രാജ്യം കൈവശമാക്കണം. ഇതെല്ലാം ബാക്കിയുള്ള എല്ലാ സംരംഭങ്ങളും ഒരു മാർഗ്ഗങ്ങളാണ്. ലക്ഷ്യം സാധിക്കണമെങ്കിൽ തന്നെ ലക്ഷ്യം സാധിച്ചെന്ന് നമ്മൾ പരീക്ഷ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് മുമ്പ് തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടിയുള്ള അവസ്ഥ അതെന്ത് കള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും. നമ്മൾ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല. നമ്മൾ 10ാം ക്ലാസ് ചേർന്നിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ 10ാം ക്ലാസ്സിന് സർട്ടിഫിക്കറ്റ് കിട്ടിക്കണം രക്ഷിക്കപ്പെട്ടെന്ന് പറയും. അത് കള്ള സർട്ടിഫിക്കറ്റ് അല്ലേ അത്. അപ്പോൾ അത് അനന്തരൻ രാജാവ്, ഇതിനെക്കുറിച്ചൊക്കെ ബുദ്ധി ഉണ്ടാകണം, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകണം. എന്താ ഒന്നിനു വായിച്ചേ? അനന്തരൻ രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുൾ ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. ഈ രാജ്യം അവകാശപ്പെടുത്തും. കർത്താവിൻ്റെ കൂടെ നിത്യതയോളം ജീവിക്കാനുള്ള വാഴുവിനുള്ള അവകാശം പ്രാപിച്ചു കഴിയുമ്പോഴാണ്, രാജ്യം അവകാശപ്പെടുമ്പോഴാണ് ഒരു ആത്മാവ് രക്ഷിക്കപ്പെടുന്നത്. ശരിക്കും പറഞ്ഞു അതാണ് സഭയുടെ നിലപാട്, സത്യസന്ധമായ നിലപാട്. അച്ഛൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം എന്താ? ഇവിടെ അവസാനം ചോദിക്കണത് നിങ്ങൾ ചെയ്ത കാര്യങ്ങളാണ്, ചൊല്ലിയ കാര്യങ്ങളല്ല. ഉടമ്പടി വിജയിക്കണത് അതാണ്. അവസാനം കർത്താവ് നമ്മളോട് ചോദിക്കണത് എന്താണ്? നമ്മൾ ചെയ്ത കാര്യങ്ങളാണ്. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. എനിക്ക് വിശന്ന്, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു. ഇപ്പോൾ ആൾക്കാർ ഏറ്റവും വലിയ ഞങ്ങൾ കാരുണ്യപ്രദം പറയുമ്പോൾ ഈ നഗ്നനെ ഉടുപ്പിക്കുന്ന പോലെ തന്നെയാണ് അറിവില്ലാത്തവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്നത്. ഇപ്പോൾ 2-3 സാക്ഷി ഞാൻ കേട്ടു. ഇന്നലെ ഒരു നോൺ ക്രിസ്ത്യനായിട്ടൊരു മോൾ പറഞ്ഞ്, ഞാൻ ചെയ്യുന്ന ഏറ്റവും നല്ല നന്മ പ്രവൃത്തി എന്ന് പറയുന്നത് എല്ലാവരെയും കൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരെ കൊണ്ട് ഞാൻ ജർമ്മൻ പഠിപ്പിക്കും. എന്നിട്ട് ഞാൻ അവർക്ക് ട്യൂഷൻ എടുക്കും. ഞാൻ തന്നെ അവർക്ക് ട്യൂഷൻ എടുക്കും. അതാണ് അറിവില്ലാത്തവരെ പഠിപ്പിക്കുക സംഭവം. ഇപ്പോൾ ഓരോരുത്തർക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും. അതായപ്പോൾ ഈ കാരുണ്യ പ്രവർത്തികൾ 7 എന്നല്ല, 7 70,000 ഉണ്ട്. അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അവൾ ചെയ്തു. ആരാണ്? ഈശോ പറഞ്ഞത് എന്താണ്? ഇപ്പം ചെയ്യാൻ പറ്റുന്നതെല്ലാമാണ് ഉടമ്പടി ചെയ്യേണ്ടത്. ഇപ്പം യുദാസ് പറഞ്ഞില്ലേ, വൈ ദിസ് വേസ്റ്റ് എന്ന് ചോദിച്ചില്ലേ കർത്താവിൻ്റെ പദാന്തികത്തിൽ ബെഥനിയിലെ മറിയം സുഗന്ധം പൂശിയപ്പോൾ എന്താ പറയുന്നത്? വൈ ദിസ് വേസ്റ്റ്, എന്തിനാണ് ഈ ഇങ്ങനെ വേസ്റ്റാക്കണ പണം, പാവത്തിന് കൊടുക്കാൻ പാടില്ല എന്ന് ചോദിക്കുമ്പോൾ കർത്താവിൻ്റെ ഉത്തരവ് എന്താണ്? അവൾക്ക് ചെയ്യാൻ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. മർക്കോസ് 14:8. ഇവൾക്ക് സാധിക്കുന്നത് ഇവൾ ചെയ്തു. എന്റെ സംസ്കാരത്തിന് വേണ്ടി അവൾ എന്റെ ശരീരം മുൻകൂട്ടി തൈലം പൂശുകയാണ് ചെയ്തത്. അപ്പൊ ഈശോ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് 7 കാരുണ്യ പ്രവൃത്തികളല്ല. എന്താണ്? ഓരോരുത്തർക്കും ഇവിടെ 700 കോടി മനുഷ്യരുണ്ടെങ്കിൽ 700 കോടി മനുഷ്യർക്കുള്ള 700 കോടി സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ ആ മാളം ചെയ്യുന്നതിനെ പറഞ്ഞ അശ്വതി എന്താ പറഞ്ഞത്? എനിക്ക് ജർമ്മൻ പഠിപ്പിക്കുന്നതാണ് എൻ്റെ ഒരു സാധ്യത. അതുകൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരെ വിളിച്ചിരുത്തിയിട്ട് അവർക്ക് ജർമ്മൻ B1 പഠിപ്പിച്ചു കൊടുക്കും. നമ്മൾ B2 പാസ്സായതാണ്. അപ്പോൾ അതുകൊണ്ട് B1 പഠിപ്പിച്ചു കൊടുക്കും. ഉടമ്പടിയിൽ എന്തുമാത്രം നന്മ പ്രവർത്തികളാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ ജുബിൻ എന്നും പറഞ്ഞ സാക്ഷിയുണ്ട്. എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റാണ്. 4 സപ്ലി ഉണ്ടായിരുന്നു കക്ഷിക്ക് ഉടമ്പടി എടുക്കുമ്പോൾ. അപ്പോൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളി അത് 7 സപ്ലി ആയിട്ട് കൂടി. അപ്പോൾ ജുബിൻ പറഞ്ഞേ അത് ഞാൻ മൈൻഡ് ചെയ്യില്ല. എന്താണ്? ഇപ്പം മാതാവിൻ്റെ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ ഒരാളിനോടാണ് ചിലപ്പോൾ ഫസ്റ്റിൽ വണ്ടി ഒന്ന് അല്പം പുറകോട്ട് പോകും. മനസ്സിലായില്ലേ? എപ്പോഴും ശ്രദ്ധിച്ചേക്കണം. പക്ഷേ അത് നല്ല ജ്ഞാനമുള്ളത് കാരണം ഇവന് നല്ലൊരു ജ്ഞാനമുണ്ട്. അവൻ്റെ പഠിപ്പിനത്തെ ജ്ഞാനമുണ്ട്. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അമ്മ ഉണ്ടല്ലോ കൂടെ. ഇപ്പം സപ്ലി കൂടിയേ, 3 സപ്ലി കൂടി. പരീക്ഷയുടെ അരിയർ വന്ന് കൊടിച്ചിക വന്ന് തോറ്റു. 7 നേരത്തെ 4 തോറ്റുള്ളൂ, ഇപ്പോൾ 7 തോറ്റു. പക്ഷെ അതുകൊണ്ട് അവന് പ്രശ്നമില്ല. പല ആൾക്കാർക്കും പ്രശ്നം ഇതാണ്, അയ്യോ ഞാൻ ഉടമ്പടി എടുത്തല്ലോ എന്നിട്ട് ഇപ്പോൾ മുമ്പത്തൊക്കെ കടമായല്ല, മുമ്പത്തൊക്കെ പ്രശ്നമായല്ല എന്നല്ല. അങ്ങനെയല്ല. ഉടമ്പടി എടുത്തപ്പോൾ എന്താ ഉള്ളത്? അവൻ പറഞ്ഞ കറക്റ്റാണ് കാര്യം. ഇപ്പോൾ അമ്മ എൻ്റെ കൂടെ ഉണ്ടല്ലോ ഒന്ന്. അപ്പം ദൈവം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്
ഉടമ്പടിയുടെ ബേസിക് ആയിട്ടുള്ള സംഭവം എന്താണ്? പ്രസൻസ് തന്നെയാണ്, ഒരു സംശയമില്ല. ഉടമ്പടിയുടെ ബേസിക് ഇത് നമ്മൾ ഒറ്റയില്ല. കാര്യം മനുഷ്യൻ്റെ വിഷയം ആദ്യകാലം പോലെ അങ്ങനെയല്ലേ. ആദ്യകാലം പോലെ ഇപ്പോൾ പുരുഷനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം എന്താ പറയണത്? മനുഷ്യന് ഏകനായിരിക്കണത് ഒരു നല്ല കാര്യമല്ലേ. കാര്യം ചിലപ്പോൾ അവന് നിരാശ കൊണ്ട് തന്നെ ചിലപ്പോൾ ആത്മഹത്യ ചെയ്ത് വരും. കാര്യം മനുഷ്യൻ്റെ ഒരു വിഷയം മനുഷ്യൻ്റെ ഒരു ക്രീച്ചർ ലെവലിൽ അങ്ങനെ ഏകസ്ഥമായിട്ട് അങ്ങ് തുടരാൻ പാടാണ്. അതിനെന്ത് ചെയ്യും? അതിന് മനുഷ്യൻ രണ്ട് കാര്യം ചെയ്യും. ചില ആൾക്കാർ ചേർന്ന ഇണയെ മനുഷ്യമായിട്ട് കണ്ടെത്തും. ഭൂരിപക്ഷം പേര് അങ്ങനെ ചെയ്യും. ഞങ്ങളെപ്പോഴുള്ളവർ ദൈവസേവ ശുശ്രൂഷയായിട്ട് ദൈവസാന്നിധ്യം കണ്ടെത്തും. പക്ഷെ നിങ്ങൾക്കറിയാം, ഞങ്ങളെ ജയിക്കണ പാടിൽ നിങ്ങൾ ചിലപ്പോൾ തോറ്റുപോകണമെന്നല്ല ഞാൻ പറയണത്. അതായത് നിങ്ങളെ ഒരു ഇണയെ തിരഞ്ഞെടുത്തെന്ന് വിചാരിച്ചോ, ഈ ഇണയെ തിരഞ്ഞെടുത്തെന്ന് വിചാരിച്ചാലും ശരി, ഇണ ഉണ്ടെങ്കിലും ചില സമയത്ത് ഇണയില്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. ദൈവികതയിൽ അതില്ല. ഒരിക്കൽ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ എന്നും കുന്നും നമുക്ക് ബോധം ഉണ്ടെങ്കിൽ നമുക്കിതിനെക്കുറിച്ച് സത്യസന്ധമായിട്ടാണ് നമ്മൾ ജീവിതം കമ്മിറ്റ് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ സാന്നിധ്യത്തിന് ഗ്യാരണ്ടീഡാണ്. പക്ഷേ വിവാഹത്തിലുള്ള സാന്നിധ്യം ഗ്യാരണ്ടീഡ് അല്ല ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് നല്ല ശരിക്കും റിസ്ക് ഇല്ലെങ്കിൽ വിവാഹ ജീവിതം ആധ്യാത്മിക ജീവിതത്തേക്കാൾ പാടായിട്ട് വരും. ഇപ്പം ഇന്നലെ ഒരു ചേച്ചി എന്നോട് പറഞ്ഞ്, അച്ഛാ എൻ്റെ ജീവിത പങ്കാളി മറ്റ് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട്, അവിശ്വസ്തതയാണെന്ന് പറഞ്ഞു. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ജീവിത പങ്കാളി കല്യാണം കഴിച്ചതാണ്. അപ്പോൾ എന്നാലും ആ ചേട്ടൻ മറ്റ് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞ്, ചേച്ചിക്ക് എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു 43. ഞാൻ പറഞ്ഞ കണ്ടാൽ 63 തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അതെന്താ കാര്യം? എന്താ അങ്ങനെ പറഞ്ഞത്? ശരിയാണ്. ഞാൻ പോയി ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ പോയി ഡൈയെങ്കിലും ചെയ്യാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ അവരൊരു അമ്മാമ്മ പരുവത്തിലിരിക്കുകയും അവർക്ക് അതിൻ്റെ ആവശ്യമില്ലേ, മര്യാദയ്ക്ക് ജീവിക്കാവേ. നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ? നമ്മുടെ പുരുഷൻ അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീ മറ്റൊരു ജീവിത പങ്കാളി തേടി പോകുന്നത് എന്തുകൊണ്ടാണ്? പോകാതിരിക്കാനുള്ള പ്രാഥമിക നടപടി ആരാ ചെയ്യേണ്ടത്? നമ്മളാ ചെയ്യേണ്ടത്. നിങ്ങളുടെ വീടിൻ്റെ വാതിക്ക് താക്കോൽ പോയിട്ട് കൃപാസന വാതിക്കുമെന്ന് നോക്കിയാൽ താക്കോൽ കിട്ടുക. അതാണ് പ്രശ്നം. നിങ്ങൾ ചെയ്യാനുള്ള സംഭവം. ഞാൻ ഇവിടെ ചേച്ചിയോട് പച്ച നടത്തി പറഞ്ഞു, എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാവില്ല. അപ്പോൾ അവിടെ വെച്ച് തന്നെ കാര്യങ്ങൾ പറയും. ദൈവികമായ കാര്യങ്ങളാണ് ദൈവികമായിട്ട് സംസാരിക്കും, മാനുഷികമായ കാര്യങ്ങളാണെങ്കിൽ മാനുഷികമായിട്ട് സംസാരിക്കും. ഇപ്പോൾ പണ്ട് ഞങ്ങൾ അപ്പോൾ ഉടനെ ചേച്ചി കാര്യം മനസ്സിലായി. നിങ്ങൾ ചില ചേച്ചിമാരുടെ ഒരു പ്രശ്നം വന്നത്, ഇനിയിപ്പോൾ എന്നാ നോക്കാനാണ്, കെട്ടി കഴിഞ്ഞത് പറയുകയും ചെയ്ത്, ഇനിയിപ്പോൾ ആരാ ബോധിപ്പിക്കാനാണ്. അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കെട്ടാൻ പോണവനെ ബോധിപ്പിക്കാൻ പോകുകയല്ല ഞാൻ. പക്ഷേ ഇനിയാണ് ബോധിപ്പിക്കൽ കൂടുതൽ വേണ്ടി വരുന്നത്. വിവാഹ ജീവിതത്തിലുള്ള റിസ്ക് അതാണ്. ഈ കെട്ടിയവളെയും കെട്ടിയവനെയും മരണം വരെ ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് വൃത്തിമനോട് ജീവിക്കണം, ബോഡി കറക്റ്റ് ചെയ്ത് ജീവിക്കണം. അതുപോലെ തന്നെ ഈ വിവാഹ ബന്ധത്തിൽ തന്നെ ശാരീരിക ബന്ധമുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം തന്നെ അതാണ്. ലക്ഷ്യങ്ങളിൽ ഒന്ന് അതാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ബോഡി കറക്റ്റായി നിൽക്കുക, അത് ഭംഗിയായിട്ടിരിക്കുക, ഷേപ്പായിട്ടിരിക്കുക. ഇതൊക്കെയെല്ലാം ദൈവം നമുക്ക് തന്ന വാഗ്ദാനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏറ്റെടുത്തിൻ്റെ കടമയുടെ ഭാഗമാണ്. ഞാൻ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ആദ്യം നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. എന്നിട്ടാണ് ദൈവദൃശ്യത്തിനെതിരെ വിഷയം അവരാദ്യമായിട്ട് വെക്കേണ്ടത്. നമ്മൾ ചെയ്യേണ്ടതിനെ കൊന്ന നമ്മുടെ ജീവിതത്തിൽ ഇനിയിപ്പോൾ 2 പിള്ളേരായിപ്പോയി, ഇപ്പം എന്നാ നോക്കാനാ, ആരെ ബോധിപ്പിക്കാനാണെന്ന്. ജീവിതകാലം മൊത്തം ബോധിപ്പിക്കലല്ലേ? ബോധിപ്പിക്കാതെ എങ്ങനെ ജീവിക്കും? പഞ്ചായത്തുകാരെ ബോധിപ്പിക്കാതെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് വീടിൻ്റെ ഒരു ഇറക്കം എടുത്തു നോക്കിയേ. പഞ്ചായത്തുകാർ അപ്പോൾ എന്തെങ്കിലും പറയും, ബോധിപ്പിക്കാൻ ജീവിക്കാം. പച്ച വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വാട്ടർ അതോറിറ്റിയെ ബോധിപ്പിക്കാൻ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. എല്ലാം ബോധിപ്പിച്ചേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതകാലം മുഴുവൻ മനുഷ്യനെയും ദൈവത്തെയും ബോധിപ്പിച്ച് മാത്രമേ ഈ പച്ചയായിട്ടുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളെ ഓവർടേക്ക് ചെയ്തിട്ട് കാര്യമില്ല. അതിനെ ഫേസ് ചെയ്യാണ് വേണ്ടത് ബുദ്ധിപൂർവമായിട്ട്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്
നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ ആധ്യാത്മികത നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചില മനുഷ്യർ ആധ്യാത്മികത സ്വീകരിക്കാൻ ഇത്തിരി താമസിക്കും. അപ്പോൾ അവരോട് നിങ്ങൾ ഓർക്കും, ജോസഫ് അച്ഛൻ എന്താ ഇങ്ങനെ ജഡികമായിട്ട് സംസാരിക്കണമെന്ന് ചോദിക്കും. ചിലങ്ങനെ മനസ്സിൽ വിചാരിക്കുമെന്നുണ്ടാകും, ഇങ്ങനെയാണോ ഇതിൻ്റെ ഉത്തരം, ഇതിങ്ങനെ തന്നെയാണ് ഇതിൻ്റെ ഉത്തരം. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യന്മാർ പലരും ഈ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിൻ്റെ കാര്യത്തിൽ ഡിഗ്രീസ് ഓഫ് വേരിയേഷൻസ് ഒത്തിരി ഉണ്ട്. എല്ലാവരും ഒരേ രീതിയിലല്ല. ഇപ്പം നല്ലവണ്ണം ക്രിസ്തുവിനെ സ്വീകരിച്ചവരാണെങ്കിൽ അവർക്ക് പിന്നെ ഈ പ്രശ്നമില്ലല്ലോ, അവർ വേറെ ജീവിത പങ്കാളിത്തത്തിലേക്ക് പോകത്തില്ലല്ലോ, ഇല്ലേ? നല്ലവണ്ണം ക്രിസ്തുവിനെ സ്വീകരിച്ചവരാണെങ്കിൽ പോകത്തില്ല. ക്രിസ്തുവിനെ സ്വീകരിക്കാത്ത ഭർത്താക്കന്മാരില്ലേ, ഭാര്യമാരില്ലേ? ഉണ്ടല്ലോ. അതായത് ഇപ്പം വചനെടുത്ത് 1 കൊറിന്ത്യൻസ് 2:14 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. 1 കൊരിന്തോസ് 2:14. 1 കൊരിന്ത്യൻസ് 2:14. ലൗകിക മനുഷ്യന് അതേ കിടക്കണം. എന്താണ് സംഭവം? ലൗകിക ഒന്ന് പറഞ്ഞേ. ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ വേറെ ചെടിച്ചുമാരെ തിരക്കി പോണ ആ മനുഷ്യനോട് ഉടമ്പടിയെ കുറിച്ച് പറഞ്ഞ കേൾക്കുക. എന്താ? അയാൾ ലൗകിക മനുഷ്യനാണ്. അയാൾ ചിലപ്പോൾ കത്തോലിക്കനാകാം, പക്ഷേ അയാൾ ലൗകിക മനുഷ്യനാണ്. കാര്യം എന്താണ്? യഥാർത്ഥ ക്രിസ്ത്യാനി ജീവിത പങ്കാളിയെ വഞ്ചിക്കത്തില്ല. ഉറപ്പല്ലേ? പിന്നെ പക്ഷെ അവൻ ക്രിസ്തുവിനെ സ്വീകരിക്കാനാകണം. ക്രിസ്തുവിനെ സ്വീകരിച്ച ആളാണ്. അതുകൊണ്ടാണ് പറയുന്നത്. എന്ത് വായിച്ചു? ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ 1 കൊരിന്ത്യൻസ് 2:14 ഏറ്റു പറഞ്ഞ ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. അപ്പൊ ഈ സീറോ ആയിട്ടുള്ള വിശ്വാസത്തെ ഉള്ള ആൾക്കാരെ ഉടമ്പടിയിലൂടെ പതുക്കെ, കാര്യം ഇന്ന് സീറോ ഫെയ്ത്തിലിരിക്കുന്ന ആൾക്കാരെ പെട്ടെന്ന് ഉടമ്പടിയിൽ, ഇപ്പം നമുക്കറിയാമല്ലോ, ഇപ്പം 8ാം ക്ലാസ് വെച്ച് 6ാം ക്ലാസ് വെച്ച് പഠനം നിർത്തിയെന്ന് വിചാരിച്ചോ, ഇല്ലേ? അവർക്ക് 10ാം ക്ലാസ് അവരുടെ വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10-32 വയസ്സായിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് അവർക്കൊരു പ്രൊവിഷൻ കൊടുക്കും. എന്താണ്? 10ാം ക്ലാസ് നിങ്ങൾക്ക് എഴുതാവുന്ന. ഇപ്പോൾ ഉണ്ടായിരുന്നല്ലേ? അങ്ങനെ ഉണ്ടൊരു നിയമം, അല്ലേ? ഇതുപോലെ തന്നെയാണ് BAയും MAയും ഒക്കെ. അവന് +2 പണ്ട് പാസ്സായതാണ്, പിന്നെ കുറേ കാലത്ത് ഗ്യാപ്പ് വന്നുപോയി. ഇപ്പോൾ വയസ്സ് കയറുകയാണെങ്കിൽ ഗവൺമെൻറ് അവർക്ക് MA എഴുതാനുള്ള അനുവാദം കൊടുക്കും. ഉടമ്പടി ഇതാണ് സംഭവം. ഉടമ്പടി ചെയ്യണത് ഇതാണ്. എന്താ കാര്യം? നിങ്ങൾക്ക് ഫെയ്ത്തിനൊപ്പം ക്രൊണോളജിക്കൽ ഇയർ, നിങ്ങളുടെ വയസ്സിനൊപ്പം നിങ്ങളുടെ ഫെയ്ത്ത് ഇയർ വളരുന്നില്ലെന്ന് വിചാരിച്ചോ. നിങ്ങളുടെ വയസ്സിനൊപ്പം ഇപ്പം നിങ്ങൾക്ക് 40 വയസ്സുണ്ട്. പക്ഷേ 40 വയസ്സുണ്ടെങ്കിലും പണ്ടത്തെ കർത്താവിൻ്റെ മാലാഖ്യം കലാപരിപാടിയൊക്കെ കയ്യിലുള്ളൂ. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ 8 വയസ്സിൻ്റെ ആധ്യാത്മിക വളർച്ചയേ ഉള്ളൂ. വയസ്സ് 40-40 നിങ്ങളുടെ ക്രൊണോളജിക്കൽ ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡിക വളർച്ച, ജഡിക വയസ്സ് ആധ്യാത്മിക വയസ്സിൻ്റെ ചിലപ്പോൾ 5 ഇരട്ടിയാകാം. 8 × 40. 8 വയസ്സിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന 8 വയസ്സെന്ന് പറയുമ്പോൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നമ്മൾ കർത്താവിൻ്റെ മാലാഖി കാര്യങ്ങളൊക്കെ പഠിക്കണം, വേദപുസ്തകം പഠിക്കണത്. പിന്നെ ആ മേഖലയിൽ പഠനങ്ങളൊന്നുമില്ല. വയസ്സിപ്പോൾ 40 ആയി. ഇപ്പോൾ എന്താ പറ്റിയിരിക്കണത്? ജഡിക വയസ്സ് വളർന്ന് വിശ്വാസ വളർച്ച 8ാം ക്ലാസ് വരെയേ ഉള്ളൂ. മനസ്സിലായ? ഇനി നമ്മൾ 40 വയസ്സിൻ്റെ പരീക്ഷ ഒപ്പം എഴുതണ ഒറ്റ ഉടമ്പടിയിലാണ് നമ്മൾ സംഭവിക്കണത്. ഇത് ഒറ്റ ഉടമ്പടിയിൽ അവൻ പറയണ പോലെ വചനം ജീവിച്ച് കഴിയുമ്പോൾ എന്നാ പറ്റും? 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇവന് വിശ്വാസ വളർച്ച 40 വയസ്സ് വരെ എത്തും. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഞങ്ങളുടെ ക്രോണോളജിയിൽ തന്നെ ഫെയ്ത്ത് വളരുവാൻ, കൂടുതൽ വളരുവാൻ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം. അതായത് ഈ ഉടമ്പടിയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്, ഇത് എത്ര ആധ്യാത്മികമായിട്ട് തോറ്റ് തുന്നമ്പാടി കിടക്കുന്നവനെയും അത് വൃത്തിമെനയായിട്ട് ഉടമ്പടിയിലേക്ക് അത് പ്രയോഗത്തിൽ കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് ഇവൻ്റെ ഫെയ്ത്ത് ഇയർ അവൻ്റെ വയസ്സിനേക്കാൾ കൂടുതലാകും. നമുക്കറിയാമല്ലോ, എപ്പോഴും ഇപ്പം നമ്മളൊരു ലെൻസ് ഒരു തീപ്പെട്ടിക്കൊള്ളി എടുത്ത് വെച്ചു. അപ്പോൾ നമ്മൾ എന്നിട്ട് ലെൻസ് എടുത്തിട്ട് സൂര്യന് നേരെ പിടിച്ചു. അപ്പോൾ ലെൻസ് പിടിക്കുമ്പോൾ തന്നെ തീപ്പെട്ടിക്കൊള്ളി കത്തത്തില്ലല്ലേ?
ആ ലെൻസിൻ്റെ സൂര്യപ്രകാശം ഫോക്കസ് ചെയ്തിട്ട് ആ മരുന്നിലേക്ക് ഒരു കുറച്ച് നേരം അങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ തീപ്പെട്ടിക്കൊള്ളിയുടെ മരുന്ന് വശം പുകഞ്ഞ് കത്തും. അതുപോലെ ഉടമ്പടി കൃത്യതയിലേക്ക് അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ ആ ചെയ്യാൻ പറ്റിയ ദൈവസ്നേഹം ഉണ്ടാകണം, ആ ചെയ്യാൻ പറ്റിയ ദൈവവിശ്വാസം ഉണ്ടാകണം, ആ ചെയ്യാൻ പറ്റിയ ദൈവപ്രത്യാശ ഉണ്ടാകണം. ഇതിന് അറിവിൻ്റെ പ്രത്യാശയുണ്ട്, അഭിഷേക പ്രത്യാശയുണ്ട്. അതാണ് വിഷയം. ഒരു വിഷയം നമ്മൾ അറിവിൽ ചെയ്യുമ്പോൾ അറിവിൻ്റെ പ്രത്യാശ ഉണ്ടാകത്തുള്ളൂ. ഒരു വിഷയം നമ്മൾ അനുഭവത്തിൽ ചെയ്യുമ്പോൾ അഭിഷേക പ്രത്യാശ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ പറയാം, അച്ഛാ മനസ്സിലാകണില്ലെന്ന് പറയും. അത് മനസ്സിലാക്കി തരാം. അതെന്താ ഇപ്പോൾ സംഭവം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദൈവസ്നേഹത്തോടെയാണ് നിങ്ങൾ അവൻ പറയണ പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് ദൈവത്തെ അനുഭവിക്കാൻ പറ്റും. ദൈവസ്നേഹത്തോടെയാണ് നമ്മൾ ഓരോ വിഷയവും. ഇപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ പ്രൊഫസർ ടോയ് തോമസ്, വൈഫിൻ്റെ അസുഖം അറിയാമല്ലോ. വൈഫിൻ്റെ ചെറിയ അസുഖമൊന്നുമല്ല. ആ വൈഫിന് ആദ്യം ലിംഫോമ എന്ന് പറയുന്ന മുഴയുന്ന ക്യാൻസർ ആണെന്നാണ് ആദ്യം ഡിക്റ്റേറ്റ് ചെയ്തത്. പക്ഷേ അതിൻ്റെ സ്കാനിങ് റിപ്പോർട്ട് വന്നപ്പോൾ എന്താ സംഭവിച്ചിരിക്കണമെന്ന് അറിയാം. അത് ആ രോഗം അഡിനോ കസിനോവ എന്ന് പറഞ്ഞ അതായത് ക്യാൻസറിൻ്റെ 5ാം സ്റ്റേജായി. 5ാം സ്റ്റേജായെന്ന് വെച്ചാൽ പിന്നെ ഇനി അതിന് മരുന്നില്ല, അതിന് റേഡിയേഷൻ ഇല്ല, കീമോ ഇല്ല, ഓപ്പറേഷൻ ഇല്ല, ഒന്നുമില്ല. ആകപ്പാടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മരണം വരെയുള്ള പാലിയേറ്റീവ് കെയർ മാത്രമേ ഉള്ളൂ. ഈ പ്രൊഫസറിൻ്റെ വൈഫിൻ്റെ അവസ്ഥയാണ് പെട്ടെന്ന് പാലിയേറ്റീവ് കെയറിൽ മാത്രമായിപ്പോയി. കാര്യം ആ രോഗത്തിന് മരുന്നില്ല, കീമോ ഇല്ല, റേഡിയേഷൻ നടക്കത്തില്ല, ഓപ്പറേഷൻ ഇല്ല. അപ്പോൾ ഇതെല്ലാം ഈ ഒരു സിറ്റുവേഷനിലാണ് വൈഫും പ്രൊഫസർ ടോയ് തോമസും കൂടി ഉടമ്പടി എടുക്കുന്നത്. അതായത് ഒരു ക്യാൻസറിന് അതിന് ആ 5th സ്റ്റേജിലാണ് വന്നിരിക്കുന്നത്. അതിന് ഓപ്പറേഷൻ ഇല്ല, കീമോ നടക്കാൻ പറ്റത്തില്ല, പിന്നെ ഓപ്പറേഷനും ഇല്ല, റേഡിയേഷനും ഇല്ല. അപ്പം പിന്നെ എന്താ ഉള്ളത്? മരണത്തിനായി കാത്തിരിക്കുക, ഒരുങ്ങുക മാത്രമേ ഉള്ളൂ ആ വിഷയം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഈ പ്രൊഫസർ എന്താ ചെയ്യണത്? പ്രൊഫസർ പറയണത്, ഞാൻ ഈ പത്രം ഓരോ വീട്ടിലും കൊണ്ടുപോയിട്ട് കർത്താവിനെക്കുറിച്ചും ഞങ്ങളുടെ അനുഭവത്തെക്കുറിച്ചും അവരോട് സംസാരിക്കുമെന്നാണ്. ഇത് ആദ്യം തുടങ്ങിയ പരിപാടിയാണ്, വെറുതെ കൊണ്ടേ കൊടുക്കുകയല്ല. ഈ അറിവിൻ്റെ പ്രത്യാശയും അഭിഷേകത്തിൻ്റെ പ്രത്യാശയും തമ്മിൽ വ്യത്യാസമുണ്ട്. കാര്യം എന്നിട്ട് ഇവർ പറയുന്നത്, അതായത് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് വൈഫിന് പ്രത്യാശ ലഭിച്ചു. ഇവർക്ക് രണ്ടുപേർക്കും പ്രത്യാശ ലഭിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും പ്രത്യാശ എന്ന് പറയുമ്പോൾ ഉടനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു അറിവിൻ്റെ പ്രത്യാശയുണ്ട്, അഭിഷേകത്തിൻ്റെ പ്രത്യാശയുണ്ട്. അറിവിൻ്റെ പ്രത്യാശ ഉണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു നിരാശ ഉണ്ടാകും. മനസ്സിലായില്ലേ? അറിവ് മൂലം ഉണ്ടാകുന്ന പ്രത്യാശയും ഒരു ആത്മീയ പ്രത്യാശ അല്ലത്. അതൊരു സെക്യുലർ ആയിട്ടുള്ള ഹോപ്പാണ്, അറിവിൽ നമുക്കുണ്ടാകുന്ന ഹോപ്പാണ്. പക്ഷേ യഥാർത്ഥ ഹോപ്പ് അനോയിൻറ്റഡ് ഹോപ്പ് എന്ന് പറയും. എന്താണ്? റോമ 5:5 എടുത്ത്, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അതാണ് പ്രശ്നം. ഇത് അറിവിൻ്റെ പ്രത്യാശ അല്ല. ഇത് വെച്ചുകൊണ്ട് പ്രത്യാശ എന്ന് പറഞ്ഞുകൊണ്ട് വാവിളിച്ചിട്ട് കാര്യമില്ല. ഇതെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ പറഞ്ഞേ നമ്മിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ സ്നേഹം എന്തെന്ന് നമ്മൾ അറിയുന്നു. ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതായത് സാധാരണ കേവലമായ അറിവിലൂടെ ഒരു പ്രത്യാശ ഉണ്ടാകും, അത് ബുദ്ധിപരമായ ഒരു പ്രത്യാശയാണ്. പക്ഷേ ദൈവദാനമായ പ്രത്യാശ എന്ന് പറയുന്ന പുള്ളി അതിൽ പരിശുദ്ധാത്മാവിൻ്റെ കണ്ടൻറ് വൈസ് റിച്ചായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് നിരാശ തോന്നാത്തത്. പല പ്രത്യാശ, ഇപ്പോൾ ഒരു കല്യാണം വിട്ടുപോകുമ്പോൾ അമ്മ പറയും, സാരമില്ല, അവൻ പോയാൽ വേറെ തന്നെ അതിനേക്കാളും നല്ല ദൈവം തരും. ആ ശരിയാണ് മമ്മി എന്ന് പറയും. അതെന്താണ്? എന്നാലും നല്ലതായിരുന്നു, അവന് PR ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഇതാണ് അലങ്കോല പ്രത്യാശ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കല്യാണം സെറ്റായി, പക്ഷെ അത് വിട്ടുപോയപ്പോൾ ഇവക്ക് ഇത്രയും നാൾ അവർ ബോണൊക്കെ വിളിച്ചായിരുന്നു, ഭയങ്കര വർത്തമാനമൊക്കെ ആയിരുന്നു, ഇപ്പം കെട്ടിയതുപോലെയാണ് അവർ പോയത്. പക്ഷെ സംഗതി പൊളിഞ്ഞു പോയപ്പോൾ പിന്നെ ഇവക്ക് ഭക്ഷണവും വേണ്ട, ഉറക്കവും ഇല്ല, അവൾക്ക് പ്രാന്തിയെപ്പോലെ അവിടെ ഇരിക്കുകയാണ്. അപ്പം മമ്മി വന്ന് അവളോട് പറയണേ, എടി ഇതിപ്പോൾ അവൻ പോട്ടെ, അവന് വേറെ വല്ല കേസൊക്കെ ഉണ്ടാകും, ദൈവം അത് നമ്മുടെ കണ്ണിൽ കൊള്ളാനുള്ള പുരുകത്തിലാക്കി തന്നതാണെന്നൊക്കെ പറഞ്ഞ് മമ്മിയുടെ കാറ്റഗസ് അടിച്ച് അവളെ ഏൽപ്പിക്കും. ഇതിനേക്കാൾ നല്ലത് നമുക്ക് വരും, അതല്ലേ ദൈവം ഇത് മാറ്റിയതെന്നൊക്കെ. ഇതൊക്കെ മാനുഷികമായിട്ട് പറഞ്ഞ് പറ്റിക്കാവുന്നല്ല, വലിയ കഥയൊന്നുമില്ല.
അത് തൽക്കാലത്തേക്കുള്ള സുഖം കൊടുക്കുന്നേ ഉള്ളൂ. ഇതിന് അറിവിൻ്റെ പ്രത്യാശ എന്ന് പറയും. അപ്പോൾ ഇവൾ പറയും, ആ ശരി മമ്മി, ഇനി ഞാൻ വിഷമിക്കത്തില്ല, ഞാൻ ഭക്ഷണം കഴിച്ചോളാം എന്ന് പറഞ്ഞാലും അവൾ ഭക്ഷണം കഴിക്കും. പക്ഷേ എന്ത് പറ്റും? അവൾ ഭക്ഷണം കഴിക്കും, പക്ഷേ എന്ത് പറ്റും? നിരാശ അവളുടെ ഉള്ളിൽ. ഇപ്പോൾ നല്ലതായിരുന്നത്, അതിന് നല്ല അതിന് PR കിട്ടുമായിരുന്നു, ഇനി വലിയ കുഴപ്പമൊന്നുമില്ല, ഇനി ഏത് കാലമാടനാണോ വരാൻ പോണത് എന്നൊക്കെ ഓർത്തിട്ട് അവൾക്ക് ഭയങ്കര സംഘർഷം ഉണ്ടാകും. ഇത് ഇങ്ങനെ ഈ ഒരു വിഷയത്തിനാണ് നമ്മൾ നിരാശ ഉണ്ടാകും, പ്രത്യാശ ഉണ്ടാകും, പക്ഷേ അതേസമയം തന്നെ നിരാശ തോന്നിക്കുകയും ചെയ്യും. ഇവിടെ പരിശുദ്ധാത്മാവിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അപ്പുറത്തെ കാര്യം എന്താണ്? ഇപ്പം ഇവർ ഈ മമ്മി പറഞ്ഞിട്ടുണ്ടായിരിക്കുന്ന പ്രത്യാശ മാനുഷികമായ അറിവിൻ്റെ പ്രത്യാശയാണ്. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്? അഭിഷേകത്തിൻ്റെ പ്രത്യാശയാണ്. അഭിഷേകത്തിൻ്റെ പ്രത്യാശ എങ്ങനെയാണ് വരണത്? ദൈവസ്നേഹത്തിൽ നിന്നാണ് ഉണ്ടാകണത്. നിങ്ങൾ പത്രം കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം കിട്ടുമെന്ന് നിർബന്ധമില്ല. കൊടുക്കണം എന്താണ്? ദൈവസ്നേഹത്തോടെ കൊടുക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? കാര്യം ഇതിൻ്റെ എല്ലാം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടിയുടെ ഓരോ കാര്യവും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ചെയ്യുന്ന, ഇപ്പോൾ രോഗികളെ നിങ്ങളെ പോയി കാണുന്നു അല്ലേ, രോഗികളെ പോയി കാണുന്നു, അതുപോലെ തന്നെ നിങ്ങൾ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നു, അതുപോലെ തന്നെ നിങ്ങൾ പൈസ ഇല്ലാത്തവർക്ക് പൈസ കൊടുക്കുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് സാങ്കേതികമായിട്ടൊക്കെ ചെയ്യാൻ പറ്റും, ആരും ചെയ്യണതാണിത്. പക്ഷേ അതല്ല പ്രശ്നം. ഉടമ്പടിയിൽ അത് ചെയ്യുമ്പോൾ അത് ദൈവികമാകണമെന്നുണ്ടെങ്കിൽ ദൈവസ്നേഹത്തിലൂടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ദൈവസ്നേഹത്തോടെ ചെയ്യുമ്പോഴാണ് ദൈവികമായ, ഇപ്പം നമ്മൾ ഫെയ്ത്ത് ഹോപ്പ് ആൻഡ് ചാരിറ്റിക്ക് ദൈവിക പുണ്യങ്ങളെന്നാണ് പറയണത്. അപ്പോൾ അതിനെ ദൈവിക പുണ്യം എന്ന് പറയാൻ കാര്യം എന്താണ്? ഈ സംഭവം തന്നെ ഓപ്പൺ മാർക്കറ്റിൽ കിട്ടും പുണ്യങ്ങൾ. നമ്മളതിനെ പുണ്യങ്ങളെന്നല്ല വിളിക്കുന്നത്. പ്രത്യാശയൊക്കെ മനുഷ്യന്മാർക്കുണ്ടല്ലോ, അത് കെട്ടിയെടുത്ത് ക്രിസ്ത്യാനി ആയിട്ടില്ലെങ്കിലും പ്രത്യാശ ആൾക്കാർക്കുണ്ടല്ലോ, മാനുഷികമായ പ്രത്യാശ ഉണ്ട്. എന്തുകൊണ്ടാണ് ഇതിനെ ദൈവിക പുണ്യങ്ങളെന്ന് വിളിക്കാൻ കാര്യം എന്താണ്? ദൈവദത്തമായ പുണ്യങ്ങളാണ്. അതായത് പരിശുദ്ധാത്മാവിന് ദാനമായിട്ട് ലഭിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പൗലോസ് 5:5 പറയുന്നത്, പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. പറഞ്ഞേ, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നമ്മൾ ചിന്തിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ, ദൈവത്തിന്റെ സ്നേഹം എന്തെന്ന് നമ്മൾ അറിയുന്നു. അപ്പോൾ പ്രത്യാശ നമ്മൾ അനുഭവിക്കുമ്പോഴും അടിസ്ഥാനപരമായിട്ട് നമ്മൾ അനുഭവിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഈ പ്രൊഫസർ ടോയ് തോമസിൻ്റെ വൈഫ്, അവർക്ക് അവർ പാലിയേറ്റീവ് കീമോയാണ് എടുത്തത്. വെച്ച് കഴിഞ്ഞാൽ അത് നല്ല മോർഫിനൊക്കെ അടിച്ചുള്ള ഒരു കീമോയാണ് ആ സംഭവം. അപ്പം അത് ഒരു മരവിപ്പ് തോന്നും, അത്രേ ഉള്ളൂ. രോഗം സുഖമാക്കുകയില്ല. രോഗത്തിൻ്റെ മരുന്നൊന്നും ഇല്ല, ആ രോഗത്തിന് മരുന്നില്ല, ഓപ്പറേഷൻ ഇല്ലെന്ന് പറഞ്ഞില്ല, റേഡിയേഷൻ ഇല്ല, കീമോയും ഇല്ല. പക്ഷേ ഇത് കഴിയുമ്പോൾ ഇവർക്ക് നല്ല പ്രത്യാശ കിട്ടും. ഇവർ പറയുന്ന വാക്കതാണ്, ഇങ്ങനെയൊക്കെ ഇത്രയും വലിയ ചികിത്സയാണെങ്കിലും എനിക്ക് നല്ല പ്രത്യാശ ഉണ്ടെന്ന്. ആ പ്രത്യാശ എന്ത് പ്രത്യാശയാണ്? പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യാശയാണ്, ദൈവികമായ പ്രത്യാശയാണ്. ഇവരെന്നോട് ഇവർ കണ്ണാടി നോക്കി ചോദിക്കണം, കർത്താവേ എൻ്റെ മുടി എന്താണ് കൊഴിയാത്തതെന്ന്. കീമോയൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷെ മുടി കൊഴിയണില്ല. കാര്യം നീ അഗ്നിയിലൂടെ നടക്കും, അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല. അഭിഷേക വിധി പ്രകാരമുള്ള പ്രത്യാശയാണ്. ഇത് ദൈവത്തിന് സാധിക്കുന്നത്, നമുക്ക് സാധിക്കുന്നത് ഉടമ്പടിയിലൂടെയാണ്. ദൈവികമായി ദാനം നമുക്ക് അവകാശമാക്കുന്നത് എങ്ങനെയാണ്? അവൻ പറയണത് പോലെ ചെയ്യുമ്പോഴല്ല, അവൻ പറയണത് പോലെ ദൈവസ്നേഹത്തോടെ ചെയ്യുമ്പോഴാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. പ്രത്യാശയോടെ ദൈവസ്നേഹത്തോടെ ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ആശ്വാസത്തിൻ ആത്മാവേ വരേണമേ, വിശ്വാസത്തിൻ ആത്മാവേ വരേണമേ, ആശ്വാസത്തിൻ ആത്മാവേ വരേണമേ, പരിശുദ്ധാത്മാവേ പാവനാത്മാവേ എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൈ നെഞ്ചത്ത് വെച്ചൊന്ന് ആത്മാർത്ഥത്തോട് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിഷേക വിധി പ്രകാരമുള്ള പ്രത്യാശയുടെ അഭിഷേകം ലഭിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ അങ്ങയുടെ തിരുസന്നിധിയിൽ വെച്ചിട്ടുള്ള വിഷയങ്ങള് അങ്ങയുടെ കാലത്ത് നടക്കുന്നത്
നടക്കുന്നത് വരെയും പ്രത്യാശയോടെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് ദൈവസ്നേഹം സ്നിഗ്ധമായ പ്രത്യാശയാൽ അഭിഷേകം ചെയ്യണമേ. അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി നന്ദി. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ.